മാത്രമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരൊരു ക്രൂഷ്യലായ ഇലക്ഷൻ ആയിരുന്നു. പല വിഷയങ്ങൾ ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഒരു ക്ലീൻ ഇമേജ് ആയിട്ടാണ് അവർ ഇലക്ഷനിലേക്ക് പോയതെങ്കിൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഈ വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് സൗജന്യ വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് കളം പിടിക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ അഴിമതി ആളുകൾക്കിടയിൽ ഒരു ഫാക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കില്ല, ഈ സൗജന്യ സേവനങ്ങളിൽ തന്നെ വിശ്വസിക്കും. കാരണം അവരുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ സൗജന്യമായിട്ട് വെള്ളം, വൈദ്യുതി, ഇതൊക്കെ ഡൽഹി ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ചെലവ് ചുരുക്കാൻ കുറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷവും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതോ മറ്റൊരു കാര്യം, BJPയുടെ ഫ്രീബീസും ഉണ്ടായിരുന്നു, സൗജന്യ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലും ചിലപ്പോൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരിക്കുക. കാരണം ആ പാർട്ടികളൊക്കെ തന്നെ, BJPയും കോൺഗ്രസ് ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ അതേ ശൈലിയിലേക്ക് വരുന്നതും കണ്ടു. കാരണം അഴിമതി മാറി പിന്നീട് ഈ വാഗ്ദാന പെരുമഴ ഡൽഹിയിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പോൾ പോലും ഈ 10 വർഷത്തെ ഭരണം എന്നുള്ള കാര്യം ഒന്നാമതായി അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത് ഈ രണ്ടാം കേജ്രിവാൾ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ, മാത്രമല്ല പലപ്പോഴും നടപ്പാക്കാൻ കഴിയാത്ത പല വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ മാറി ചിന്തിച്ചു എന്ന് വേണം കണക്കാക്കാൻ. കാരണം പരമ്പരാഗതമായി BJPക്ക് ശക്തിയില്ലാത്തൊരു സ്ഥലമല്ല. BJPക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. RSSന് വലിയ സപ്പോർട്ടുണ്ട്. RSS ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ RSSന്റെ പ്രവർത്തനം നിർണായകമായിരുന്നു. ഇത്തവണയും ഏതാണ്ട് 50,000 മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് ചെറിയ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണ യോഗങ്ങൾ RSS നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും RSSന്റെ ഒരു പ്രചാരണം ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ ഫാക്ടറും കൂടി ആണ് BJPയുടെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 44 സീറ്റ് എന്ന് പറയുമ്പോൾ സമീപകാലത്തെ ഡൽഹിയുടെ ചരിത്രത്തിൽ BJPയുടെ നിയമസഭയിലേക്കുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ്. തീർച്ചയായിട്ടും ഇനി അറിയാൻ ബാക്കിയുള്ളത് എന്തെല്ലാം പ്രതികരണങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇത്തവണ കേജ്രിവാൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ നിരീക്ഷിക്കണം, അതുപോലെ തന്നെ കൂടുതൽ അവർക്ക് വരാൻ സാധിക്കും, അതുപോലെ തന്നെ സ്ട്രോങ് റൂമുകൾക്ക് വെളിയിൽ ഞങ്ങളുടെ ആളുകൾ കാവൽ നിൽക്കുന്നുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്ക് ആരോപണം ഉണ്ടാകാം. അതുപോലെ തന്നെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ വ്യാജ വോട്ടുകൾ ചേർത്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ, അതൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ല, ഇലക്ഷൻ അട്ടിമറിക്കുന്നുള്ള എഞ്ചിനീയറിംഗ് ആണ് എന്ന രീതിയിൽ BJPക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. എന്താണ് അരവിന്ദ് കേജ്രിവാളിന്റെ പ്രതികരണം? അല്പസമയത്തിനകം കേജ്രിവാളിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ ജയിക്കുവാനുള്ള സാധ്യത അല്ല ഇപ്പോഴുള്ളത്, അല്ലേ? ഭൂരിപക്ഷം അത്ര വലിയ ലീഡല്ല എങ്കിൽ പോലും ആ ലീഡ് നില തുടർച്ചയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ BJPക്ക് കഴിയുന്നുണ്ട്. ഇപ്പോഴും ന്യൂഡൽഹി മണ്ഡലത്തിലെ ഏറ്റവും അവസാനത്തെ ട്രെൻഡിലും അങ്ങനെ തന്നെയാണ്. നിലവിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ തന്നെയാണ് പിന്നിട്ട് നിൽക്കുന്നത്. മുന്നിൽ പർവേഷ് വർമ്മയാണ്. BJP ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. മറ്റൊരു VVIP മണ്ഡലമായ കൽക്കാജിയിൽ നിലവിൽ ലീഡ് BJPക്കല്ല, മുഖ്യമന്ത്രിക്കല്ല, മറിച്ച് അവിടെ BJPയാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജംഗ്പുരയിൽ മനീഷ് സിസോദിയ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എല്ലാം BJP മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ മനീഷ് സിസോദിയ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി, അല്ലെ? ജംഗ്പുരയിൽ ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഏതാണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1.25 മണിക്കൂറിനടുക്കുമ്പോഴാണ് മനീഷ് സിസോദിയ ജംഗ്പുര അതായത് മണ്ഡലം മാറി മത്സരിക്കുകയായിരുന്നു മനീഷ് സിസോദിയ ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നില 27ലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 27, ഒപ്പം BJP 42, കോൺഗ്രസ് 1. മാത്രമല്ല മഞ്ജുഷ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഒരു സീറ്റിൽ മാത്രമേ ലീഡ് ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും അവരുടെ നഷ്ടപ്പെട്ട ഒരു വോട്ട് ബേസിൽ ഒരു കുറച്ചെങ്കിലും ഭാഗം അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് 4%, അവരുടെ വോട്ട് അതിനു മുമ്പ് 10% താഴെയായിരുന്നു. പക്ഷേ അത് ഉയർത്താൻ കോൺഗ്രസ് സാധിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഡൽഹിയിൽ മത്സരിക്കാതിരിക്കാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടിയുമായി ലോക്സഭയിലേതുപോലെ ഒരു സാഹചര്യം ആയിരുന്നില്ല ഇത്തവണ. അന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നു എന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് തയ്യാറായാൽ പോലും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി നിയമസഭയിലേക്ക് സഖ്യമാകാൻ തയ്യാറാകില്ല. അപ്പോൾ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകം. അതിപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. എങ്കിൽ പോലും കോൺഗ്രസ് സംബന്ധിച്ച് വോട്ട് ഷെയർ എത്ര എന്നുള്ളത് ഒരു നിർണായകമായ കാര്യമാണ്. കാരണം അതൊരു 15 അല്ലെങ്കിൽ 10 മുകളിലൊക്കെ ഉയർത്താൻ കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് മറ്റ് 2 പാർട്ടികളെ പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു ഡു ഓർ ഡൈ ആയിരുന്നു. കാരണം ഇത്തവണയും 4% താഴെ വോട്ട് ശതമാനം പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഡൽഹിയിൽ തന്നെ, കാരണം അവിടെ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നേതൃ ദാരിദ്ര്യമുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളും, ഇപ്പോൾ ലവ്ലി
2022 അദ്ദേഹം BJP പോയി. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർട്ടി വിട്ടു പോകുന്നു. 41 കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 41 BJPയുടെ ലീഡ് കുറയുന്നു. ആം ആദ്മി പാർട്ടിക്ക് 28. ഒരു സീറ്റിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ലീഡ് തുടരുകയാണ്. 47 വരെ പോയതാണ് BJP. അവിടെ നിന്നാണ് 41 കുറഞ്ഞത്. കിരൺ, എന്താണ് ഏറ്റവും പുതിയ ട്രെൻഡ്? എങ്ങനെയാണ് ഏറ്റവും അവസാനത്തെ വിവരം? എങ്ങനെയാണ്? നമുക്ക് മഞ്ജുഷ സിസോദിയ മുന്നിലാണ്. സിസോദിയ മുന്നിൽ, മനീഷ് സിസോദിയ മുന്നിൽ, കേജ്രിവാൾ പിന്നിൽ. അതേസമയം കൽക്കാജിയിൽ അദീഷിയും പിന്നിൽ. എങ്ങനെയാണ് കിരൺ ഏറ്റവും പുതിയത്? നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് 2020 ക്ലോസ് കോൺടെസ്റ്റ് നടന്ന മണ്ഡലങ്ങളാണ്. ആ ക്ലോസ് കോൺടെസ്റ്റ് നടന്ന മണ്ഡലങ്ങളിൽ BJP 9 BJPക്കാണ് ഇപ്പോൾ നേട്ടമുണ്ടായിരിക്കുന്നത്. ആ 9 ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. ഇത് 10,000 വോട്ടിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ അവിടെ 4 സീറ്റിൽ വിജയിച്ചത് BJP ആയിരുന്നു. ബാക്കി സീറ്റുകൾ വിജയിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു, കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ. അങ്ങനെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആം ആദ്മി പാർട്ടി വിജയിച്ച എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്ന നേട്ടം അവിടെ എല്ലാം സമ്പൂർണ്ണമായും തന്നെ അത് BJPയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോ ഫാക്ടറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് വളരെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നോക്കാം. അത് ഈ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ്. 30% മേൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലെ റിസൾട്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട്. 7 ആം ആദ്മി പാർട്ടിക്ക് അവിടെയാണ് ഒരു നേരിയ രീതിയിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ 2 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. അവിടെയും BJP 2 സീറ്റ് അവിടെയും BJP പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു നിർണായക ഘടകം. കോൺഗ്രസ് കുറെ കൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ടാവണം. കോൺഗ്രസിന്റെ വോട്ടിന്റെ ശതമാനം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലേക്ക് BJP വിരുദ്ധ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്കും കോൺഗ്രസിലേക്കും വിഭജിച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ കണക്കുകൾ വ്യക്തമാക്കിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. അങ്ങനെയുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, മറ്റു പല മേഖലകളെ അപേക്ഷിച്ച് 30% മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടം ഉണ്ടാവുന്നില്ല. അത് 2 സീറ്റ് മാത്രമേ അവിടെ നഷ്ടമാകുന്നുള്ളൂ. BJPയുടെ മുസ്ലിം വോട്ട് എന്തായാലും BJPയിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ പ്രായോഗികമായി വളരെ കുറവാണ് എന്ന് തന്നെ കണക്കാക്കാം. ആ സ്ഥലങ്ങളിലാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നോക്കാറുണ്ട്. ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് SC റിസർവ്ഡ് സീറ്റുകളിൽ സ്ഥിതി ഇതാണ് ഇപ്പോഴത്തെ ചിത്രം. 4 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായത്. അവിടെ BJPക്ക് 4 സീറ്റുകൾ കൂടി. കഴിഞ്ഞ തവണത്തെ 2020 കണക്ക് കൂടി കാണിക്കാം. SC 20 സംവരണ മണ്ഡലങ്ങൾ 2020 ഉണ്ട കണക്ക് ഇതായിരുന്നു. പൂർണ്ണമായും സംവരണ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി 12 സീറ്റിൽ 12 എടുത്തും ജയിച്ചത്. സംവരണ സീറ്റിലെല്ലാം ജയിച്ചത്. എന്നാൽ പൂർണ്ണമായും ആ സീറ്റുകളിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. അവിടെ നിന്ന് പകുതി സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാൻ ഇത്തവണ BJPക്ക് കഴിഞ്ഞിരിക്കുമെന്നാണ്. 25 വരുമ്പോൾ ആ ചിത്രം ഇങ്ങനെയാണ് മാറുന്നത്. മുഴുവൻ പച്ചയായിരുന്നത് അവിടെ നിന്ന് 4 സീറ്റുകൾ BJPയിലേക്ക് വരുന്നു. പകുതി എന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. മറ്റു സീറ്റുകളിലാണ് അറിയാനുള്ളത്. ഈ പകുതി സീറ്റുകളിലേക്ക് BJP കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. മറ്റ് ഇതുപോലത്തെ ചെറിയ ഫാക്ടറികൾ പരിശോധിച്ചാൽ നമുക്ക് പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ളവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. BJPക്ക് 10 സീറ്റുകൾ, 14 സീറ്റുകൾ ലഭിക്കുന്നു. 10 സീറ്റ് അധികമായി BJPക്ക് ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 11 സീറ്റുകൾ